ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പേര് ലീന. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ വെയിൽസിൽ നിന്ന് സെക്കൻഡ് ഡേയിൽ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് വന്നേക്കാണ്. റിവോഗർ വാട്ടർഫോളിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇന്നലെ നമ്മൾ കുറച്ചധികം നടന്നായിരുന്നു, ഒരു 20 കിലോമീറ്റേഴ്സിൻ്റെ അടുത്ത് നടന്നായിരുന്നു, സ്നോ ഡൗൺ അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട്. അപ്പോൾ ഇന്ന് കുറച്ച് നമ്മൾ സ്ലോ ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. കുറച്ച് സമയം കിടന്നുറങ്ങി റെസ്റ്റൊക്കെ എടുത്തിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു 11:30 കഴിഞ്ഞിട്ടുണ്ട് ടൈം. ഇന്ന് നല്ല എഗെയിൻ പ്ലസൻ്റ് ആയിട്ടുള്ളൊരു ദിവസമാണ്, സണ്ണി ആയിട്ടുള്ളൊരു ദിവസമാണ്. അപ്പോൾ നമുക്ക് വാട്ടർഫോളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. അപ്പോൾ നമ്മൾ കാറ് പാർക്ക് ചെയ്തിട്ട് ഏകദേശം ഒരു 2 കിലോമീറ്ററോളം നടക്കാനുണ്ട് വാട്ടർഫോൾസിലേക്ക്. അപ്പം കാറ് പാർക്കിംഗ് ഫ്രീ ആണ് കേട്ടോ. ഇവിടെ പാർക്കിങ്ങിന് ഫീ ഒന്നും കൊടുക്കണ്ട. നമ്മൾ ഇതിനു മുമ്പ് ഇന്നലെ സ്നോഡോണിയയിൽ പാർക്ക് ചെയ്ത് നമ്മൾ 6 പൗണ്ട്സ് ഹോൾ ഡേയിലേക്ക് പാർക്കിംഗ് ഫീ കൊടുത്തിട്ടായിരുന്നു പാർക്ക് ചെയ്തത്. ചില സ്ഥലങ്ങളിൽ 30 പൗണ്ട് വരെ കൊടുക്കണം. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി എവിടെയാണ് പാർക്കിംഗ് ഫീ കുറവുള്ളത്. അപ്പോൾ ഇപ്പം നമ്മൾ പോകുന്ന വാട്ടർഫോളിലേക്ക് എന്തായാലും പാർക്കിംഗ് ഫീ ഇല്ല, ഫ്രീ ആയിട്ടുള്ള പാർക്കിംഗ് ആണ്. അപ്പം നമ്മുടെ വാട്ടർഫോൾ മൊത്തത്തിൽ കാണാൻ പാകത്തിനൊരു പോയിന്റിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് മുമ്പോട്ട് നടക്കാനുണ്ടെന്നാണ് തോന്നണം, അറിയില്ല. അതിൻ്റെ ടോപ്പ് പോയിന്റിൽ എത്താൻ പറ്റുമോ അറിയില്ല. ചെറിയൊരു വാട്ടർഫോൾ, ഒത്തിരി വലുതല്ലാതെ ഒത്തിരി ചെറുതല്ല, അങ്ങനത്തെ ഒരു വാട്ടർഫോൾ. നമുക്ക് താഴ്ന്ന് നോക്കിയാൽ കാണാൻ പറ്റുന്നതിനേക്കാളും കുറേ കൂടെ ലെങ്ത്തിലേക്ക് ഈ വെള്ളച്ചാട്ടം എക്സ്റ്റെൻഡ് ചെയ്ത് കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളത് ഡ്രോൺ വിട്ട് കഴിഞ്ഞപ്പോഴാണ് ഇതിന് എന്തോരം ഹൈറ്റ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ടോപ്പിലേക്ക് ആളുകൾ ഹൈക്ക് ചെയ്ത് പോകുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ പല സ്റ്റോപ്പുകളിൽ ആളുകൾ കുളിക്കാനൊക്കെ ഇറങ്ങുന്ന കണ്ടായിരുന്നു. അപ്പം പോകുന്ന വഴിയിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് സ്ലിപ്പറി ആൻഡ് ഡേഞ്ചറസ് ആയിരുന്നത് കൊണ്ട് തന്നെ നമ്മൾ മുകളിലേക്ക് ഹൈക്ക് ചെയ്തൊന്നും പോയില്ലായിരുന്നു കേട്ടോ. ഈ വെയിൽസിൻ്റെ ഒരു ട്രിപ്പ് എനിക്കെന്നൊരു തോട്ടം ഉണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ജീവിക്കുന്ന രാജ്യത്ത് തന്നെ ഒരുപാട് കാര്യങ്ങൾ കാണാൻ ിട്ടുണ്ട്. നമ്മളെപ്പോഴും പുറത്തേക്ക് വേറെ വേറെ രാജ്യങ്ങൾ സന്ദർശിക്കാനായിട്ട് പോകൂല്ലേ. ഞാനും പോവാറുണ്ട് ഇഷ്ടം പോലെ. നമ്മുടെ രാജ്യം ഇന്ത്യ പോട്ടെ, കേരളത്തിന്റെ പോലും 90% സ്ഥലങ്ങളും ഞാൻ കണ്ടിട്ടില്ല. അതിൽ പിന്നെ ബാക്കി വെച്ച 10% കണ്ടിട്ടുണ്ടോ ദൈവത്തിനറിയാം. നമ്മളിവിടെ പലരെയും കണ്ടുമുട്ടുമ്പോൾ അവരൊക്കെ നമ്മളോട് സംസാരിക്കാറുണ്ട് കേട്ടോ, ഇന്ത്യയിൽ അവിടെ പോയിട്ടുണ്ട് ഇവിടെ പോയിട്ടുണ്ട് വളരെ ബ്യൂട്ടിഫുൾ ആണെന്നൊക്കെ. അപ്പം ഞാൻ അവരോട് പറയും, അൺഫോർച്ചുനേറ്റ്ലി ആ സ്ഥലം കാണാനായിട്ടുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടില്ല എന്ന്. ഒരേ രാജ്യത്ത് തന്നെ ഇത്രയേറെ കൾച്ചറൽ ഡൈവേഴ്സിറ്റി ഉള്ള ഒരു രാജ്യം നമ്മുടെ ആയിരിക്കും ഇന്ത്യ. എന്തെങ്കിലും ഒരു ഭാഗ്യം കിട്ടിയ ഇന്ത്യയുടെ ഒരു ട്രിപ്പ് നടത്തണമെന്നുണ്ട് കേട്ടോ. നമ്മളിവിടെ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ അപ്പം നമ്മളിങ്ങനെ ഹൈക്കിംഗ് പരിപാടികൾക്കൊക്കെ ഇറങ്ങുമ്പോൾ പൊതുവെ ഫുഡ് കഴിക്കാനായിട്ട് ഇങ്ങനെ റെസ്റ്റോറൻറ്റുകളും പരിപാടികളും ഒന്നും അടുത്തൊന്നും ഉണ്ടാകാറില്ല. അപ്പം നമ്മൾ പൊതുവെ ഇങ്ങനെ ലഞ്ച് പാക്ക് ചെയ്ത് കൊണ്ടുവരുവാണ് ചെയ്യാറ്. അപ്പോൾ ഇതിനകത്തുള്ളതെന്ന് പറഞ്ഞാൽ ചിക്കനും അതിൻ്റെ ഒപ്പം തന്നെ ഗ്രില്ല് ചെയ്തെടുത്ത മധുരക്കിഴങ്ങും അതുപോലെ തന്നെ കുറച്ച് വെജിറ്റബിൾസ് ലീവ്സ് ഒക്കെയാണ്. ഇപ്പോൾ ഒരു സാലഡ് പോലെ ആണോന്ന് ചോദിച്ചാൽ അല്ല, എന്നാലും വിശപ്പ് മാറാൻ പാകത്തിനൊരു സാധനം, ചിക്കൻ്റെ കൂടെ കുറച്ച് സൈഡൊക്കെ ആയിട്ട് അങ്ങനെയാണ് ഇന്നത്തെ നമ്മുടെ ലഞ്ച് കൊണ്ടുവന്നേക്കുന്നത്. തണുപ്പുണ്ടോയെന്ന് ചോദിച്ചാൽ തണുപ്പുണ്ട്, എന്നാലും നല്ല വെയിലുണ്ട്, മുഖത്ത് വെയിലടിക്കുന്നൊക്കെ കാണുന്നുണ്ടാവും. അപ്പം ഇങ്ങനെ ഒരു ആംബിയൻസിൽ വെള്ളച്ചാട്ടത്തിനെ ഫേസ് ചെയ്തിരുന്ന് ഫുഡ് കഴിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിന് സന്തോഷം തരുന്നൊരു പരിപാടിയായിരുന്നു. അപ്പോൾ ഇങ്ങോട്ടൊന്ന് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോപ്പർ ഒരു ടൂറിസ്റ്റ് ടൈം അല്ലെങ്കിൽ ഒരു വെക്കേഷൻ ടൈം ആയിട്ടില്ല. നമ്മൾ മാർച്ചിലാണല്ലോ പോയത്. അപ്പോൾ കുറച്ചൊക്കെ തണുപ്പുള്ളതുകൊണ്ട് മജോറിറ്റി ആൾക്കാരും 1-2 മാസം കൂടെ കഴിഞ്ഞിട്ടേ ഹൈക്കിങ്ങിൻ്റെ പരിപാടിക്കൊക്കെ ഇറങ്ങുള്ളൂ. എന്നാൽ ഭയങ്കര കൊടിമൂത്ത ഹൈക്കേഴ്സിൻ്റെ ഒക്കെ കൂടെയാണ്. അവരാണെങ്കിൽ അവർക്ക് ഇങ്ങനെ വെതറൊന്നും കാര്യമില്ലാണ്ട് ഇറങ്ങുന്നവരുടെ കൂട്ടത്തിലാണ് നമ്മൾ ഇറങ്ങിയിരിക്കുന്നത്. നമ്മളിവിടുത്തെ സ്നോഡോണിയയിലെ പല ഹൈക്കിംഗ് ട്രെയിലുകളും ഒരു ടൈം ആകുമ്പോൾ ക്ലോസ് ചെയ്യും, പിന്നെ ഒരു ടൈം കഴിയുമ്പോഴാണ് തുറക്കുന്നതെന്നാണ് ഞാൻ പലയിടത്ത് ഗൂഗിളിലൊക്കെ വായിച്ചപ്പോൾ കണ്ടത്. അതായത് ഇതിന് മുമ്പുള്ള റിസർച്ചിൽ നമുക്കറിയാൻ സാധിച്ചത് അങ്ങനെയാണ്. അതാണ് നമ്മുടെ വാട്ടർഫോളിൻ്റെ പേര്, റിവോഗർ വാട്ടർഫോൾ. കറക്റ്റാണ് പ്രൊനൗൺസിയേഷൻ അറിയില്ല, കാരണം വെയിലിഷിലേക്ക് വരുമ്പം ഇറ്റ് കുഡ് ബി ഡിഫറെൻറ്റ്. അപ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷൻ ഇവിടെ ഉള്ള വാട്ടർഫോളിൻ്റെ പ്രത്യേകത, അതുപോലെ തന്നെ പ്ലാന്റ്സും ബേർഡ്സിൻ്റെ ഒക്കെ കാര്യങ്ങൾ ബോത്ത് ഇംഗ്ലീഷിലും വെയിൽഷിലും അവർ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്പോട്ടിൽ നിന്ന് 1.5 മണിക്കൂർ ഡ്രൈവിൽ അടുത്തൊരു വാട്ടർഫോൾ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിനി അടുത്ത വാട്ടർഫോളിലേക്കാണ് പോകുന്നത്.
ഈ ഒരു നാടിൻ്റെ വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എവിടെ കൊണ്ട ക്യാമറ വെച്ചാലും അടിപൊളി ഫ്രെയിമുകളാണ്. നല്ലൊരു ക്യാമറയൊക്കെ ഇട്ട് നന്നായിട്ട് വീഡിയോ എടുക്കാൻ ആഗ്രഹമുള്ളവർ, എഡിറ്റ് ചെയ്യാനൊക്കെ ആഗ്രഹമുള്ളവരാണെങ്കിൽ വീഡിയോ എടുത്തെടുത്ത് ചാവും. അത്രയേറെ അടിപൊളി സീനുകൾ കണ്ടാൽ മാത്രമല്ല നമ്മുടെ മനസ്സിനിങ്ങനെ ഒരു കുളിർമ തരുന്ന സീനുകൾ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ഇതാണ് നമ്മൾ പറഞ്ഞ അടുത്ത വാട്ടർഫോൾ. ഞാൻ പ്രൊനൗൺസ് ചെയ്യുന്ന കറക്റ്റ് ആയിരിക്കില്ല, പക്ഷേ പിസ്റ്റൽ റീഡർ അങ്ങനെ എന്തോ ആണ് വാട്ടർഫോളിൻ്റെ പേര് ഞാൻ കാണിച്ചായിരുന്നു. അപ്പോൾ ഇത് വേറൊരു വാട്ടർഫോൾ. അപ്പം നമ്മൾ വന്നതിൻ്റെ പറഞ്ഞ പോലെ 1/4 മണിക്കൂർ ഡ്രൈവിലായിരുന്നു. ഇത് കുറച്ചും കൂടെ ടോളായിട്ടുള്ളൊരു വാട്ടർഫോൾ ആയിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഒരു ഹാർട്ട് ഷേപ്പിനകത്തൂടെയൊക്കെ വെള്ളം ഒഴുകി വന്നിട്ട് കുറച്ചും കൂടെ സീനിക്കായിരുന്നു കാണാനായിട്ട്. പക്ഷെ നമ്മൾ ആദ്യം പോയ വാട്ടർഫോൾ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ വെയിലുള്ളൊരു സമയത്ത്, അല്ലെങ്കിൽ രാവിലെ ആയതുകൊണ്ട് കുറച്ചും കൂടെ ഒരു വെയിലുണ്ടായിരുന്നു. ഇതിപ്പോൾ കുറച്ചുകൂടി ഈവനിങ് ആയി തുടങ്ങിയതുകൊണ്ട് വെയിലൊക്കെ മങ്ങി ലേശം ഇരുട്ടായി തുടങ്ങിയായിരുന്നു. ഇരുട്ടെന്നല്ല, എന്നാലും ഒരു വെളിച്ചക്കുറവ്. ക്യാമറ ഞാൻ ഇടയ്ക്ക് തിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുള്ള് വാട്ടർഫോൾ ഒരു ഫ്രെയിമിൽ കിട്ടുമോ എന്ന് നോക്കാനായിട്ടാണ്ടോ. എൻ്റെ ഇടയ്ക്കുള്ള കോപ്രായങ്ങൾ മൈൻഡ് ചെയ്യണ്ട. ഇനി കുറച്ച് നേരം നമ്മുടെ റിട്ടേൺ ഡ്രൈവിൻ്റെ സീനുകളൊക്കെ കാണിക്കാം കേട്ടോ. ഒത്തിരി നടക്കാനും ഹൈക്കിങ്ങും ക്ലൈമ്പിങ്ങും അങ്ങനെയൊന്നും പരിപാടികളൊന്നും താല്പര്യമില്ല. എന്നാൽ സീനറികളൊക്കെ കാണണം അങ്ങനെയൊക്കെ ആഗ്രഹമുള്ളവരാണെങ്കിൽ ജസ്റ്റ് വണ്ടി എടുത്ത് ഡ്രൈവിന് പോകാനും പറ്റിയ സ്ഥലമാണ് കേട്ടോ ഇത്. തിരിച്ചുള്ള നമ്മുടെ ട്രിപ്പ് ഉണ്ടല്ലോ, കുറച്ച് കാവ്യാത്മകമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേച്ചറിൻ്റെ ഒരു മാസ്മരിക സൺസെറ്റ് സമയത്ത്, സൂര്യാസ്തമയ സമയത്ത് കാണിക്കുന്ന ഒരു ഡ്രൈവായിരുന്നു കേട്ടോ. ഒരു അടിപൊളി ഡ്രൈവ്. അതായത് നമ്മുടെ കളർഫുൾ ആയിട്ടുള്ളൊരു നേച്ചറിൽ കൂടി ഒരു ഡ്രൈവ്. നോർത്ത് വെയിൽസിന്റെ ഗ്രാമങ്ങളൊക്കെ ഉണ്ടല്ലോ, നമുക്ക് വേണമെങ്കിൽ ഇപ്പോഴും ആ മോഡേൺ ടച്ച് ഒന്നും വന്ന് കുളമാക്കാത്ത പണ്ടത്തെ പ്യൂരിറ്റി ഉള്ള കുറേ ഗ്രാമങ്ങൾ എന്ന് പറയാം. അവിടുത്തെ കെട്ടിടങ്ങളും എല്ലാം ചെറിയ ചെറിയ കടകളും അങ്ങനെയൊക്കെ ആയിട്ട് അടിപൊളി ഗ്രാമങ്ങൾ. നമുക്ക് ഇടയ്ക്ക് വന്ന് കണ്ടു പോകാന്നല്ലാണ്ട് ഇവിടെ സ്ഥിരമായിട്ട് ജീവിക്കുന്നതിന്റെ പ്രാക്ടിക്കാലിറ്റി എത്രത്തോളം ഉണ്ടെന്ന് ഇവിടെ ഞാൻ സ്പെൻഡ് ചെയ്ത് 5 ദിവസം ചിന്തിച്ചു കേട്ടോ. കാരണം സൂപ്പർ മാർക്കറ്റുകളൊക്കെ പൊതുവെ ഇവിടെ കുറവാണ് കേട്ടോ. ഇവിടുത്തെ ഫാർമേഴ്സിന്റെ ഒക്കെ ആണെങ്കിലും കോർണർ ഷോപ്പുകൾ അങ്ങനെയൊക്കെയാണ്. അപ്പം അല്ലെങ്കിൽ നമ്മൾ താമസിച്ച കോട്ടേജിൽ തന്നെ ആണെങ്കിൽ അവിടെയൊക്കെ മുട്ട വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഉള്ള പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ എക്സ്പെൻസീവ് ആയിരിക്കും. അപ്പം നമ്മൾ താമസിച്ചുകൊണ്ടിരുന്ന കോട്ടേജിന്റെ ഒരു ഈവനിങ് സൺസെറ്റ് ആണ് കേട്ടോ ഈ കാണുന്നത്. അപ്പം നമ്മൾ ഈവനിങ്ങിലെ സൺസെറ്റിന്റെ ടൈമിൽ കോട്ടേജിന്റെ അവിടെ നിന്ന് നടക്കാൻ പോയായിരുന്നു കേട്ടോ. ഇത് നമ്മുടെ കോട്ടേജിന്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ. എന്തൊരു പീസ്ഫുൾ ആയിട്ടുള്ള വ്യൂ ആണല്ലേ. അപ്പൊ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ഇടയ്ക്ക് ഇങ്ങനെ ഒരു വീക്കോ അല്ലെങ്കിൽ 2 വീക്കൊക്കെ ഒരു വെക്കേഷനായിട്ട് പോകാനോ, അല്ലെങ്കിൽ നമ്മുടെ റിട്ടയർമെന്റ് പ്ലാനൊക്കെ ഇങ്ങനെയുടെ ഇല്ലെങ്കിൽ ഇത്രയ്ക്ക് ഞാനും ആഗ്രഹിച്ചുള്ളൂ എന്ന് പറയാൻ പറ്റിയൊരു സെറ്റപ്പിലുള്ള ഒരു സ്ഥലം. ഇത് നമ്മുടെ കോട്ടേജിലെ കുതിരക്കുട്ടന്മാരായിരുന്നു കേട്ടോ. കണ്ട സന്തോഷത്തിൽ ഓടി വരിക. അപ്പം എന്തായാലും ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.